ലോകത്തിലെ ഏറ്റവും വലിയ പറ്റിക്കലാണ് അഭിനയം എന്ന് പറയപ്പെടുന്നുണ്ട്. അഭിനയത്തിന് ഒരുപാട് തരത്തിലുള്ള സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിലൊന്നാണ് സെൽഫ് എന്ന് പറയുന്നത്. ഒരാൾ അഭിനയിക്കുന്ന സമയത്ത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സെൽഫും അതേപോലെ അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ സെൽഫും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ അഭിനയിക്കുന്ന ആളുടെ സെൽഫും കഥാപാത്രത്തിന്റെ സെൽഫും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ അഭിനയം എന്ന് പറയുന്ന കലയെ ഒട്ടേറെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരാൾ ഒരു കഥാപാത്രത്തെ അഭിനയിക്കുന്ന സമയത്ത് അയാൾക്ക് ആരുടെ സെൽഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. പൂർണ്ണമായും കഥാപാത്രത്തിന്റെ സെൽഫാണ് ഒരാളിൽ ആക്ട് ചെയ്യുന്നത് എന്നാൽ അത് എക്സിസ്റ്റിംഗ് റിയാലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരു കൊലപാതകത്തിന്റെ സീനാണെങ്കിൽ അയാൾ കഥാപാത്രത്തിന്റെ സെൽഫിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ആൾ ചിലപ്പോൾ ഒരു കത്തിയെടുത്ത് കുത്തിപ്പോകും അല്ലേ. അപ്പൊ അയാൾക്ക് എന്ത് വേണം? ആക്ടറുടെ സെൽഫ് അവിടെ ആക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടുമല്ല, മറിച്ച് ഒരു ഓഡിയൻസ് സെൽഫ് എന്ന് പറയുന്ന മൂന്നാമതൊരു സെൽഫാണ് ഒരു പെർഫോമൻസ് നടക്കുന്ന സമയത്ത് ഒരു അഭിനേതാവിൽ ആക്ട് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഓഡിയൻസ് സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ സെൽഫിന്റെയും അതേപോലെ ഇൻഡിവിജ്വൽ സെൽഫിന്റെയും സമ്മിശ്രമായ ഒരു രൂപമാണ് ഓഡിയൻസ് സെൽഫ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ തരത്തിൽ ഒരു ഓഡിയൻസ് സെൽഫ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഒരു അഭിനയ കല നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതൊരു സാങ്കല്പികമാണെന്ന് തോന്നുന്നതും. ഈ സാങ്കല്പികതയുടെയും റിയലിസ്റ്റിക്സിന്റെയും ഒക്കെ നടുക്കാണ് അഭിനയം നിൽക്കുന്നത്. ആ തരത്തിൽ കാണികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കലയ്ക്ക് ഒരു പൂർണ്ണതയുള്ളൂ. ആ പൂർണ്ണത സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിലൂടെ തന്നെയാണ്.